യഥാർത്ഥത്തിൽ 5 നവരാത്രികൾ ഉണ്ടെങ്കിലും 3 എണ്ണമേ ഇപ്പോൾ ആഘോഷിക്കപ്പെടുന്നുള്ളൂ. ശരത് നവരാത്രി. ശൈത്യത്തിൻ്റെ ആരംഭമായ ശരത് ഋതുവിലാണ് സെപ്റ്റംബർ ഒക്ടോബർ ശരത് നവരാത്രി ആഘോഷിക്കുന്നത്. മഹാനവരാത്രി എന്നും പേരുണ്ട്. ദുർഗാദേവി മഹിഷാസുരനെ വധിച്ചതിൻ്റെ ഓർമ്മയ്ക്കാണ് പ്രധാനമായും ഇത് ആഘോഷിക്കുന്നത്. രക്തബീജൻ, ചണ്ഡമുണ്ടൻ, ശുംഭനിശുംഭൻ എന്നിവരെ ഭഗവതി വധിച്ചതും നവരാത്രി നാളുകളിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും ആഘോഷിക്കപ്പെടുന്നുണ്ടെങ്കിലും കിഴക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലുമാണ് ഇതിന് കൂടുതൽ പ്രാധാന്യമുള്ളത്. വടക്കേ ഇന്ത്യയിൽ ചിലർ ബന്ധാസുരവധത്തിൻ്റെ ഓർമ്മയിലാണ് ശരത് നവരാത്രി ആഘോഷിക്കുന്നതെങ്കിൽ മറ്റു ചിലർ ശ്രീരാമൻ രാവണനെ വിജയിച്ചതിൻ്റെ ഓർമ്മയ്ക്കായും ആഘോഷിക്കുന്നു. മൈസൂർ ചാമുണ്ഡി ക്ഷേത്രത്തിലെ ദസറ പ്രസിദ്ധമാണ്. വസന്ത നവരാത്രി. വേനലിൻ്റെ ആരംഭമായ വസന്ത ഋതുവിലാണ് മാർച്ച് ഏപ്രിൽ വസന്ത നവരാത്രി ഉത്സവം. വടക്കേ ഇന്ത്യയിലാണ് വസന്ത നവരാത്രി ആഘോഷിക്കപ്പെടുന്നത്. രാമനവമിയോടനുബന്ധിച്ചാണ് ഇത് ആഘോഷിക്കുന്നത്. ആഷാഢ നവരാത്രി. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ആഷാഢ നവരാത്രി ആഘോഷിക്കുന്നത്. വാരാഹി പഞ്ചമി ദേവിയുടെ ഉപാസകന്മാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ആഘോഷം. ദേവീ മാഹാത്മ്യത്തിലെ 7 മാതൃക്കളിൽ ഒരാളാണ് വരാഹി. ഇത് പരാശക്തി തന്നെയാണ്. അഷ്ടലക്ഷ്മി സ്വരൂപിണി, വരാഹരൂപം പൂണ്ട കാളി, പഞ്ചുരുളി എന്നൊക്കെ അറിയപ്പെടുന്നു. ഹിമാചൽ പ്രദേശിൽ ഗുഹ്യ നവരാത്രി എന്നാണ് ഇതിന് പേര്.